അങ്ങനെ മമ്മൂട്ടിയും പൃഥ്വിരാജിനെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു ഇതുപോലെ ചെറിയൊരു ടിക്കറ്റ് എടുത്തിട്ട് പോയി കാണാതെ ദൂരത്തിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, കാരണം അവരെ നമ്മൾക്ക് ഒരിക്കലും പോയി കാണാനുള്ള അവസരമൊന്നും ഉണ്ടാവില്ല നേരിട്ടൊരിക്കലും. ഇതുപോലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ചടങ്ങിൽ പോയിട്ട് നമുക്ക് കാണണമെന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ഞാനിരിക്കെ വീണ്ടും വീട്ടിൽ ഇപ്പം എൻ്റെ ഷോപ്പിൻ്റെ ഉദ്ഘാടനം വന്നാലും സമയപ്രദേശങ്ങളിലേക്ക് വീട്ടിൽ നോട്ടീസ് കൊണ്ടിടുമല്ലോ, വീട്ടിലൊരു നോട്ടീസ് വന്നു വിക്രം വരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനത് ടി വിയിൽ ഇങ്ങനെ പരസ്യം കാണിക്കുന്നുണ്ടല്ലോ. അപ്പം തീരുമാനിച്ചു വിക്രത്തിനെ കാണാൻ പോവാം. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മൾ പോയത് ഈ മമ്മൂട്ടി പൃഥ്വിരാജ് എന്ന അവസ്ഥയായിരിക്കത്തില്ല വിക്രം വരുമ്പോൾ. ഈ ആൺകുട്ടികളുണ്ടല്ലോ, വെട്ടം കുറവാൻ തോന്നിയാൽ നോക്കട്ടെ, ഭയങ്കര തെളിക്കേറ്റുമായിരിക്കും. ഈ തമിഴ് ആൾക്കാരൊക്കെ വരുമ്പം അങ്ങൊന്നും കയറി നിൽക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ബാക്കി രണ്ടിടത്ത് നമുക്ക് നേരത്തെ പോയിട്ട് സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് നിൽക്കാൻ പറ്റും. പക്ഷേ വിക്രത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ നേരത്തെ ഇറങ്ങാനും പറ്റിയില്ല. പിന്നെ ഞാൻ എൻ്റെ 10 രൂപ വണ്ടിക്കൂലി ലാഭിക്കാൻ വേണ്ടി കുറച്ച് ദൂരം നടക്കാനും തീരുമാനിച്ചു. അപ്പോൾ നടന്ന് നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേന് കറക്റ്റ് സമയം ആയിട്ടുണ്ടായിരുന്നു. ഗാനമേളയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രഞ്ജിനിയുടെ തന്നെ അവതരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നടന്ന് ചെന്നപ്പോൾ ഏകദേശം മനസ്സിലായി ഒരുപാട് ദൂരം വരെ റോഡ് കവിഞ്ഞ ആൾക്കാരെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി നോക്കിയപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ട് സ്പീക്കറിൽ കൂടെ, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ മനസ്സിലായി വന്നതുകൊണ്ട് ഒരു കാര്യമില്ല, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് 2 ആൻറ്റിമാർ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്നു, കാണാൻ പറ്റാത്തതുകൊണ്ട്. റോഡിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ അവരെ കൂടത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ മൊത്തം പോലീസാണ്. ഇവരെ ഇങ്ങോട്ട് മുന്നോട്ടൊന്നും പോകാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അനങ്ങാതെ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുന്നവരെ കണക്ക് നേരെ അങ്ങ് നടന്നു പോയിട്ട് ഫ്രണ്ടിലോട്ട് എന്ന് കയറാൻ പറഞ്ഞു. അങ്ങനെ കറക്റ്റ് ആ സ്റ്റേജിൻ്റെ തൊട്ട് താഴെ ചെന്നിട്ട് ഞാൻ ആ ആണുങ്ങളൊക്കെ അവിടെ ഉള്ളൂ നിൽക്കുന്നിടത്തോട്ട് കയറി. അവിടെ ഇന്ന് ഒരാൾ ചോദിച്ചു വേണ്ട ഇവിടെ നിർത്തൂല എന്ന് പറഞ്ഞു. ഞാൻ സാരമില്ല ഞങ്ങളിവിടെ നിന്നോളാന്ന് പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു കൊച്ചി നിൻ്റെ ആരോഗ്യമൊക്കെ പോകും, ഭയങ്കര തെള്ളായിരിക്കും ഇവിടെ വിക്രം വരുമ്പോഴത്തേന് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല ചേട്ടാ എനിക്ക് വീഡിയോ പിടിക്കാനുള്ളതാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ വീഡിയോ പിടിച്ചിട്ട്, നമ്മൾ ചെയ്യുന്ന വീഡിയോ ആർക്കും കാണണ്ട, വിക്രത്തിനെ എങ്ങനെ കാണാൻ ആൾക്കാർ വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. ഏതാണ്ട് ഞാനവിടെ നിന്നൊരു 15 മിനിറ്റിനകം തന്നെ വിക്രം വരുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു. ഈ അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോണ് ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റോളിൽ ബാഗ് കിടപ്പുണ്ട്. എൻ്റെ ഫോണിൻ്റെ മാസ്റ്റർ കൈ പിടിച്ചുകൊണ്ട് തന്നെയാണ്. ഭയങ്കരമായിട്ട് തെള്ളു വന്നിട്ട് ഇവർ പുറകിലോട്ട് അങ്ങ് പോയി. ഞാൻ എൻ്റെ ഫ്രണ്ടിലോട്ട് ആരൊക്കെ തെള്ളാൻ തുടങ്ങി. ഞാൻ ഏറ്റവും ഫ്രണ്ടിലായി. തെളി എന്നെ ഈ വിക്രത്തിൻ്റെ വണ്ടീൻ്റെ കൂടെ തെള്ളിക്കൊണ്ട് ആൾക്കാർ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ ഈ ഫോണിൽ വീഡിയോ ഓണാക്കി വെച്ചിട്ട് വിക്രത്തിനൊന്നും ഞാൻ കാണുന്നില്ല, വണ്ടി വരുന്നുള്ളൂ. ഈ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ തെള്ളിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോൾ കാണുന്നത് മൊത്തം. അവസാനം ഏറ്റവും ലാസ്റ്റ് ഞാൻ തെള്ളി ചെന്നിട്ട് കറക്റ്റ് ആ ഷോപ്പിൻ്റെ എവിടേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവർ ഈ ജിമ്മന്മാർ ഇവരെല്ലാം കൂടെ വന്നിട്ട് ഗ്രില്ല് വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ലത് പെട്ടെന്നല്ലേ ഞാനും അപ്പുറത്തെത്തി അവരെന്നെ ഓട്ടിച്ചിട്ടടിക്കും. അവൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ വിക്രം വരുന്ന സമയത്ത് 4 വശത്തുനിന്നും ആൾക്കാർ ഇങ്ങനെ ചാടി വീഴാൻ തുടങ്ങി. അപ്പോൾ ഇവർ ലാത്തി വീശി. ഈ ലാത്തി വീശിയപ്പോഴാണ് തെള്ളു വന്ന സമയത്ത് തെള്ളിൻ്റെ ഇടയിൽ എൻ്റെ മാതാശ്രീ പുറകിലോട്ടും ആയിപ്പോയി, ഞാൻ ഫ്രണ്ടിലോട്ടായിപ്പോയി. ഞാൻ പിന്നെ ഫ്രണ്ടിലോട്ടല്ലേ ഇപ്പോൾ വീഡിയോ പിടിക്കണ്ടേ. അങ്ങനെയാണ് സംഭവിച്ചത്. അങ്ങനെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലായപ്പോൾ ഈ ഗ്രില്ലിൽ തട്ടി ഞാൻ നിൽക്കുകയാണ്. ഗ്രില്ലും തെള്ളി എന്നെ അങ്ങോട്ട് തെള്ളിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ പുറകിൽ. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ചേട്ടന്മാർ തോന്നി ചേട്ടാ എന്നെ പുറയുന്ന തെള്ളിയ എൻ്റെ ആരോഗ്യം വെച്ച് എനിക്ക് നിങ്ങളെ തെള്ളാൻ ഒക്കില്ല. പക്ഷേ ഞാനവിടെ ഒരു ജിമ്മ് ചേട്ടൻ അവിടെ നിൽക്കണു, ഇതിൻ്റെ വാക്സിമാനായിട്ട് നിൽക്കിയ ആൾ കയറാതിരിക്കാം. പുള്ളീനെ ഞാനിങ്ങനെ പിടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ തിരിച്ച് പുഷ് ചെയ്യണം, ഞാൻ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അപ്പുറത്ത് എത്തുമെന്ന് പറഞ്ഞു. എൻ്റെ പുള്ളിയെ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. പിന്നെ എൻ്റെ ഇടയിൽ മൂന്ന് കറക്റ്റ് വിക്രം സ്റ്റേജ് കയറിയപ്പോഴത്തേക്കും ഞാൻ ആ സ്റ്റേജിൻ്റെ തൊട്ട് താഴെ എത്തി. ഹൈറ്റ് കുറവാണല്ലോ, എനിക്ക് വിക്രത്തിനെ കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഫോണിങ്ങനെ വീഡിയോ ഓണാക്കിയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം അപ്പുറപ്പുറമൊക്കെ നിൽക്കുന്ന ഭയങ്കര സൈക്കോ ആകുമ്പോഴൊരു ലേഡീസൊന്നും കൂട്ടത്തിലില്ല ഏരിയയിൽ. ഞാൻ ഈ തെള്ളിൻ്റെ ഇടയിൽ പെട്ടെന്ന് പോയതാണ്. ഇവർ കിടന്ന് ഭയങ്കര ബഹളം വെക്കുന്നു, വിക്രത്തിനെ വിളിക്കുന്നു, രജനിയെ വിളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അവിടെ വന്നിട്ട് ഫോൺ കൊടുത്ത് സെൽഫി എടുപ്പിക്കുന്നു. അപ്പം ഞാൻ നീളമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കാനും അറിവിലൊന്നും നോക്കത്തില്ല. അപ്പം ഞാൻ അവിടെ എന്തായാലും പോട്ടെ നമുക്ക് വീഡിയോ പിടിച്ചാൽ മതിയല്ലോ. ഞാൻ അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നു. അപ്പം ഞാൻ ഇത്രയും നേരം ഞാൻ എൻ്റെ കൂടെയുള്ള ആൾ നഷ്ടമായി ഞാൻ അറിഞ്ഞില്ല. ആ സമയത്താണ് ഞാൻ തിരിഞ്ഞു നോക്കണത്, ഇന്നും കൂടെയുള്ള ആളില്ല. അപ്പോൾ അവിടെ ഇടയ്ക്കൊരു കൊച്ചിനെ മിസ്സായിട്ട് അനൗൺസ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ മിസ്സായി. അപ്പോൾ ഒരു വലിയ ആളല്ലേ എവിടെയെങ്കിലും നിൽക്കണുണ്ടാവും. അപ്പോൾ ഇതിനിടയ്ക്ക് പുറകെ പോയി എൻ്റെ മാതാശ്രീ പറഞ്ഞു എന്നെ കാണുന്നില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു അനൗൺസ് ചെയ്യണമെന്നുണ്ടപ്പോൾ ഇല്ല, അവളെ എങ്ങനെ വീണാലും 4 കാലിൽ വീഴത്തുള്ളൂ, അവിടെ എവിടെയെങ്കിലും കാണും. എൻ്റെ മനസ്സിലെ ചിന്തയാണല്ലേ, രഞ്ജിനിയെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇനി എന്നെ കളഞ്ഞു പോയ സ്ഥിതിക്ക് രഞ്ജിനി എടുത്തുകൊണ്ട് പോകുമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചിന്ത. അങ്ങനെ അവിടെ ചെന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് ഗാനമേളൊക്കെ കഴിഞ്ഞ് വിക്രത്തിനെ കണ്ടു. വിക്രം അകത്ത് ഉദ്ഘാടനത്തിന് പോയി. അപ്പോൾ ഇവിടെ കുറേ പ്രൈസൊക്കെ കൊടുക്കണുണ്ടായിരുന്നു, അത് ഒക്കെ കണ്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിക്രം തിരികെ വരുന്ന ഒരു റീ എൻട്രി ഉണ്ടല്ലോ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്, അതിനായിരുന്നു എല്ലാവരും കാത്തു. എന്തായാലും ആ സമയത്ത് എനിക്ക് ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റി. ഞാൻ എന്താ സമയത്ത് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയെന്താണെന്ന് വെച്ചാൽ ഞാൻ നിന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഭയങ്കര ചെളിവെള്ളമായിരുന്നു. ഉദ്ഘാടനത്തിന് തൊട്ട് മുമ്പ് ഭയങ്കര മഴ പെയ്തിരുന്നു. ഈ ചെളിവെള്ളം കാണാൻ ചെളിവെള്ളത്തിൽ ആരും കയറി നിൽക്കാനുണ്ട്. ഇത്ര സ്ഥലം ഫ്രീ സ്പേസായി കിടന്നുകൊണ്ട് എനിക്ക് അങ്ങനെ വെച്ച് വീഡിയോ പിടിക്കാൻ പറ്റും.
അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലാഭം. പക്ഷേ രണ്ടാമത്തെ വിക്രത്തിൻ്റെ വഴിയില്ല, ചെളിവെള്ളത്തിലങ്ങ് ആൾക്കാർ കയറി നിൽക്കാൻ തുടങ്ങി. പാട്ട് ഇവിടെ ഗാനമേള അപ്പോൾ ചെളിവെള്ളത്തിൽ കിടന്ന് ഓരോരുത്തർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുറേ പേര് വഴക്ക് പറഞ്ഞു, വെള്ളമൊക്കെ തിരിച്ച് നമ്മളെ നേരത്തെ വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ എൻട്രിക്ക് ആ ഷട്ടർ ഇങ്ങനെ ബുക്കി വിക്രം ഇറങ്ങി വരുമ്പോൾ പിടിക്കാനായിട്ട് എൻ്റെ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കണ ഏറ്റവും ഫ്രണ്ടിലാണ്. ഈ സൈഡ് വേറെ ഷോപ്പുകളാണ്, കുറേ റോഡാണ്, ഈ സൈഡിലും ഒക്കെ റോഡാണ്. ആ ഓരോ സൈഡിൽ നിന്നും പുഷ് വരാൻ തുടങ്ങി. നിൽക്കുന്നിടത്ത് നിന്ന് ഇങ്ങനെ മറിഞ്ഞ് അപ്പുറത്തോട്ട് പോകും, പിന്നെ മറിഞ്ഞ് ഇപ്പുറത്തോട്ട് പോകും, പിന്നെ മറിഞ്ഞ് അപ്പുറത്ത്, ഏതാണ്ടില്ല ഫ്ലോട്ടിംഗ് സ്റ്റേജ് നിൽക്കണ ഒരു രീതി. അപ്പോൾ ഞാനവിടെ നിൽക്കണ ആമ്പിളുടെ അടുത്ത് പറയാനുണ്ട്, നിങ്ങൾ തിരിച്ച് പുഷ് ചെയ്യടേ ഇങ്ങോട്ട് തെള്ളു വരുമ്പോൾ. അപ്പം ഈ കാണാത്ത ആൾക്കാർ ഒരു പ്രാവശ്യം കൂടുതൽ പുള്ളീന് വരും, കാണാൻ വേണ്ടിയിട്ട് ഇരുന്ന് പുഷ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കയറി വന്ന ആൾക്കാരുടെയൊക്കെയാണ്. പക്ഷേ ഇവരൊന്നും തിരിച്ച് ചെയ്യുന്നു. ഞാനൊക്കെ ഏതോ ഒരു രൂപത്തിൽ ഗ്രിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിന്നു. ഒരുപാട് പേര് താഴെ വീണു, ഒരുപാട് പേർക്ക് ലാത്തിക്ക് അടിയുണ്ടു. ഏകദേശം വിക്രം പോയി കഴിഞ്ഞ് ഞാൻ താഴ്ത്ത് നോക്കിയപ്പം എല്ലാവരും ഓടുന്നു പുറക്കാം. ഞാൻ എന്തിനാണ് കണ്ടല്ലോ, ഇനി ഓടി ആക്രാന്തം കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇങ്ങനെ താഴ്ത്ത് നോക്കിയപ്പം ശരിപ്പഴ നേരെ ഇങ്ങനെ കിടക്കണം. അതിനുശേഷം ഞാൻ ഷോപ്പിലേക്ക് കയറി. അടിപൊളി കാഴ്ചകളായിരുന്നു. അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇതിനായിരുന്നു. സൂപ്പർബ് കളക്ഷനും സെലക്ഷനും എല്ലാം സൂപ്പറാണ്. ഏതെടുക്കണം എന്നറിയാതെ ഇങ്ങനെ കയറി. ഞാൻ ഒന്നും എടുത്തില്ല, കാണാൻ വേണ്ടി പോയതേ ഉള്ളൂ. ക്വാളിറ്റി ഡ്രസ്സൊക്കെ ഉള്ളതുകൊണ്ട് എടുത്തൊന്നുമില്ല. സൂപ്പറാണ്. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടുന്നതാണ്. അങ്ങനെ ഞാൻ വിക്രമിനെ കണ്ടു. കൂടെ ഒന്നും സെൽഫിൻ്റെ എടുക്കാമെന്ന് വെച്ചില്ല, സാരമില്ല. കണ്ടല്ലോ, മമ്മൂട്ടിയെ കണ്ടു, പൃഥ്വിരാജിനെ കണ്ടു, വിക്രമിനെ കണ്ടു. ഇനി ആരെങ്കിലൊക്കെ വിക്രമിനെ കണ്ടു. ഞാൻ ഇങ്ങനെ ചെന്ന് പറയുന്നത് വിക്രമനോ, അതാരാ വിക്രം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഇനി ആരിലൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്ന ദൂരത്തിലാണെങ്കിൽ നേരത്തെ പോയി സ്ഥലം പിടിക്കണം കേട്ടോ. ഇത് ഭാഗ്യപരീക്ഷണം കൊണ്ട് എങ്ങനെയോ ഫ്രണ്ട് കയറി എടുക്കാൻ പറ്റിയതാണ്. എൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും കേട്ടോ.